പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, പഠന പരീക്ഷകളിലൊക്കെ എല്ലാം വ്യാപൃതരക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. വിവാഹം ഒത്തുവരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരെ, വിവാഹ ദിനങ്ങളെ പ്രതീക്ഷിക്കുന്നവരെ, കർത്താവ് അതിനുവേണ്ടിയുള്ള ചുറ്റവട്ടങ്ങൾ ചെയ്യുന്നവരെ, ഒരുക്കങ്ങൾ നിശ്ചയിക്കുന്നവരെ, സാമ്പത്തിക അന്വേഷിക്കുന്നവരെ, തേടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവരെ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നവരെ മനസ്സ് വെച്ചിരിക്കുന്ന ഈ മാസത്തെ ലക്ഷ്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നടപ്പിൽപ്പെടുത്തുകയും ചെയ്യട്ടെ. നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മകനെക്കുറിച്ചാകാം, മകളെക്കുറിച്ചാകാം, ജീവിത പങ്കാളിയെക്കുറിച്ചാകാം, അത് എന്തു തന്നെയായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവിൻ്റെ നിലവ് തളയ്ക്കപ്പെടുകയും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് മക്കൾ ലഭിക്കുന്നതിനായി ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രശ്നങ്ങളുള്ളവരെ, ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെയൊക്കെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവർ, വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിനെ ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെ ആന്തരിക മനുഷ്യനെ, അതായത് ഈ നമ്മുടെ മതത്തിന്റെ രഹസ്യങ്ങൾ മഹത്വമാണെന്ന് പൗലോസ് പറയത്തില്ല. തിമോത്തി 3:16 നമ്മുടെ മതത്തിന്റെ രഹസ്യം കണ്ട, നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കണ്ട, അതായത് ഈ മതത്തിന്റെ ശ്രേഷ്ഠതയിലുള്ളതാണ് ഈ ആന്തരിക മനുഷ്യന്റെ ശക്തി പ്രാപിക്കൽ. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിന് ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചത് യൂദാസ് വന്ന് ചുംബിച്ചപ്പോൾ അവൻ എന്താ വിളിച്ചത്? മത്തായി 26:49-50. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പൊ ഇത് വിഷയത്തില് ചുംബിച്ചത് എന്താണെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. എന്താ കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ കാരണം തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന്, അത് അങ്ങനെ വാക്കുണ്ട്, 18:4, തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പൊ എന്ത് വിഷയം എന്ന് വെച്ചാൽ, ഈ ഒരു മുഹൂർത്തത്തിലാണ് യൂദാസ് മുന്നോട്ട് വന്ന് അവനെ ചുംബിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? യൂദാസ് വരുന്നതും ചുംബിക്കണതും എന്തിനാണെന്നുള്ളത് തനിക്ക് സംഭവിക്കാതിരുന്നത് മുൻകൂട്ടി അറിഞ്ഞു. അപ്പം അറിഞ്ഞെങ്കിലും അവനെ ചുംബിച്ച് കഴിഞ്ഞെങ്കിലും യേശുവിൻ്റെ ആന്തരിക മനുഷ്യൻ സർപ്പങ്ങളുടെ മേൽ ചവിടണക്കണം കണ്ടില്ലേ? എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണേ. ഇതൊരു ഭയങ്കര ലോകത്തീശ കൊണ്ടുവന്ന ഒരു വാല്യൂ സിസ്റ്റമാണത്. എല്ലാ മതങ്ങളും നിഷ്പ്രഭമാകുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചാണ്. കാര്യം ഇതുപോലെ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ പറ്റത്തില്ല. സ്നേഹിത, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റുകൊടുക്കുന്നു. അതായത് അത് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ഇവനിപ്പോൾ കൊല്ലണമെന്നെങ്കിൽ പോലും കർത്താവ് ഇവന് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യുന്നറിയാവോ? മനുഷ്യരാശി, അമ്മയും കുഞ്ഞും ഭാര്യയും ഭർത്താവും എല്ലാവരും സ്നേഹം എന്ന് പറയുന്ന ദൈവികമായ വികാരത്തെ കൈമാറുന്നത് ചുംബനം കൊണ്ട് അതിനെ കൊല്ലാനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നത് യുദാസിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ആ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ്റെ പിന്നിലും കർത്താവ് സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? ആന്തരിക മനുഷ്യന്റെ ബലം പ്രാപിക്കലാണ്. എഫേസ്യൻസിലെ 3:16 അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, ഇത് ഞാൻ പറഞ്ഞു കേട്ടത് ഇതുമായിട്ട്, അവിടുത്തെ മഹത്വ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ
ശക്തിപ്പെടുത്തണമെന്നും ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം. ഈ ഒരു സാഹചര്യത്തിലും വിശ്വാസം വഴി എന്താണ് നമ്മൾ വസിക്കേണ്ടത്? വിശ്വാസം വഴി നമ്മളിൽ ക്രിസ്തു വസിക്കണം. വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. വിശ്വാസത്തിൻ്റെ ഫലം അനുഗ്രഹങ്ങൾ മാത്രമല്ല, അതൊക്കെ ആദ്യകാലം ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഫലം ക്രിസ്തുവാണ്. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിനേക്കാൾ സപ്ലിമെൻറ്റഡ് ആയിട്ട് സുവിശേഷ പെരുമാറുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ കൈവരിക്കേണ്ട ഒന്നാമത്തെ നേട്ടം. ഇത് നമുക്കൊരു ചാലഞ്ചാണ്. ഇന്നത്തെ എല്ലാ ജീവിതത്തിലും നിനക്കിത് വഴിപിടിച്ച് നിൻ്റെ പെരുമാറ്റത്തിലെല്ലാം ഈ ഒരു ചൈതന്യം നിലനിർത്താൻ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചതായിട്ട് നിനക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 36 വയസ്സായി. അവൻ സൗദിയിലാണ് ജോലി. അവന് വിവാഹാലോചനകൾ പലതും വന്നിട്ടും നടക്കുന്നില്ല. അമ്മ മാതാവിനോട് ഉടമ്പടി സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, സഹോദരന് ഒരു വിവാഹം നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസം തികയുന്ന അന്ന് തന്നെ സഹോദരൻ്റെ വിവാഹം നടന്നു. മൂന്നാമതായിട്ട് എൻ്റെ മോള് +2 പഠിക്കുകയാണ്. പോണ്ടിച്ചേരി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവൾക്ക് അടിക്കടി ബോധക്കേടുണ്ടാവും. ഒരു നാൾ സിസ്റ്റേഴ്സ് ഫോൺ വിളിച്ചു, ഏഞ്ചലിന് തലകറങ്ങി സ്കൂളിൽ വീണ് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് പേരൻസ് വരണമെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും വണ്ടിയെടുത്ത് വേഗം ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ പോകുമ്പോൾ പറഞ്ഞു സ്കൂളിലാണ് ബോധം കെട്ട് കിടക്കണതെന്ന് പറഞ്ഞു. കുട്ടിയെ അയച്ചുകൊണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ നേർച്ച വസ്തുവായ എണ്ണയും തൈലവും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മകളുടെ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഈ മകൾക്ക് പൂർണ്ണമായ സുഖവും സൗഖ്യവും വിടുതലും അവിടുത്തെ വിശുദ്ധ നാമത്താൽ നൽകിയാൽ ഈ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഇപ്പോൾ ഞാൻ മകളെ കൊണ്ടുവന്നിട്ട് അവൾക്ക് എക്സാം നടക്കുന്നതിനാൽ കൊണ്ടുവന്നിട്ടില്ല. അമ്മ മാതാവ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പിന്നെ നാലാമതായിട്ട് എനിക്ക് 15 വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു. പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു. വേദനയ്ക്ക് എന്തോ ഒരു ശമനവും കിട്ടിയില്ല. അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടിയിൽ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് 15 വർഷമായി കാലിൻ്റെ വേദന അമ്മ മാതാവ് പൂർണ്ണമായും മാറ്റി നൽകി. അതേമാതിരി എൻ്റെ അമ്മച്ചി പാലായിൽ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനായിരുന്നു. ഒരു സഹോദരങ്ങൾ ഫോൺ വിളിച്ചു, അമ്മയെ വന്ന് കണ്ടുകൊള്ളൂ, ഇനി അമ്മയെ കാണുവാൻ സാധിക്കുകയില്ല എന്ന്. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും അമ്മയെ കാണുവാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പാലായിലെത്തി. അമ്മയെ കണ്ടു. അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല. എൻ്റെ ബാഗിലിരുന്ന നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം എടുത്ത് അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. അമ്മ ഇന്ന് 2 വർഷമായിട്ട് പൂർണ്ണ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് അമ്മേനെ ഞാൻ കൊണ്ടുപോവുകയാണ്. പിന്നെ ഈശോ ഞങ്ങൾക്ക് നിറയെ അനുഗ്രഹങ്ങൾ കൊടുത്തു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു വിഷയമായിരുന്നു എനിക്ക് ഒരു സ്ഥലം വാങ്ങണമെന്നുള്ളത്. ആഗ്രഹിച്ച എൻ്റെ ആശ്രമത്തിനോട് ചേർന്ന് ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പൈസ ഇല്ലാത്തതിനാൽ അമ്മ മാതാവ് ആ 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്ന് എന്നെ അമ്മ മാതാവ് സഹായിച്ചു. ഇത്രയും അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷീബ ആൻ്റണി. ഞാൻ അരൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ 2022 ഏപ്രിൽ 24 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മകൾ വിദേശ പഠനത്തിനായി പഠിക്കാനായിട്ട് പോകാൻ വേണ്ടി വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപേക്ഷിച്ചിട്ട് അത് കിട്ടായികയാൽ ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ചിട്ട് അത് ആരും വന്ന് നോക്കുന്നില്ലായിരുന്നു. അങ്ങനെ
ഇതാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നിട്ടും ആരും വരുന്നില്ല. അങ്ങനെ ഞാൻ വീടിന് ചുറ്റിനും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടനെ തന്നെ ആൾ വന്ന് കാണുകയും നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അത് അങ്ങനെ എന്താണ് പിന്നെ വിദ്യാഭ്യാസ ലോൺ 7.5 ലക്ഷം രൂപ ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതും കിട്ടി. അങ്ങനെ ആഗസ്റ്റ് ഞങ്ങൾ ലോണിന് അപേക്ഷിച്ചിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. 6 മാസത്തോളം നടന്നേ പിന്നെയാണ് അത് ഞങ്ങൾക്ക് കിട്ടാൻ തീരുമാനിച്ചത്. അങ്ങനെ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് നമുക്ക് ആ ലോൺ റെഡിയായത്. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, വീട് വിൽക്കാനും ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണുവാനും പറ്റി. അച്ഛൻ അവൾക്ക് കാശ് രൂപം കൊടുക്കുകയും ആഗസ്റ്റ് 17-ാം തീയതി അവൾ UK പോയി. അങ്ങനെ അവിടെ ചെന്ന് കോളേജിനടുത്ത് തന്നെ നല്ലൊരു വീട് കിട്ടുകയും അതുകൂടാണ്ട് അവൾക്ക് നല്ലൊരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു 5-8 മാസത്തോളം അവൾക്ക് മുടങ്ങാണ്ട് ജോലി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പറയാൻ ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു, ഇനി വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കൊടുക്കണം, ഞങ്ങൾക്ക് ഒരു വരാഴികയില്ല കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനൊരു 5 കെട്ട് പത്രം, 3 കെട്ട് ഹിന്ദി പത്രവും 2 കെട്ട് മലയാളം പത്രവും ഞാൻ വാങ്ങി കൊടുത്തേക്കാം, എൻ്റെ മകൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണോ. അന്ന് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് തന്നെ അവൾക്ക് ഒരു ജോലി റെഡിയായി. അവൾ കുറേ കഴിഞ്ഞ് വിളിച്ചിട്ട് പറയണ, മമ്മി എനിക്ക് ജോലി റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് പത്രം മേടിച്ച് കമ്പനികളിൽ കൊണ്ട് ഹിന്ദിക്കാർ പിള്ളേർക്ക് കൊടുക്കുകയും മലയാളം പത്രം അവിടെ എല്ലായിടത്തും വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് ഇപ്പം മുടങ്ങാണ്ട് ജോലിയുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ക്ലാസ് കഴിയാറായി, സെപ്റ്റംബറിൽ കഴിയണേണ് ക്ലാസ്. അപ്പം എന്നാലും ആ ജോലിയിൽ തുടർന്ന് പോകാം, ജോലി വേറെ കിട്ടുന്നതുവരെ ആ ജോലിയിൽ തുടർന്ന് പോകാമെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രത്തിൽ പഴുപ്പ് വരികയും 2 മാസത്തോളം മൂത്രത്തിൽ പഴുപ്പ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ കുറേ മുഴകളുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ലിവറും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഗർഭപാത്രം എടുത്ത് കളയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മരുന്ന് കഴിച്ചോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തോളം മരുന്ന് കഴിച്ച് സ്കാൻ ചെയ്ത് അപ്പോൾ കുറേ മുഴകളുള്ളത് കുറേ ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് ഉൾഭിത്തിയിൽ തടിപ്പുണ്ടെന്ന് പറഞ്ഞു. മരുന്നിന് 3 ദിവസത്തെ മരുന്ന് എഴുതി തന്നു. ബ്ലീഡിങ് ഉണ്ടായി, അതിലൂടെ ആ തടിപ്പ് പോകും. അങ്ങനെ മരുന്ന് തന്നു. ഞങ്ങൾ മരുന്ന് മേടിച്ച് കഴിച്ചില്ല. ഞാൻ മരുന്ന് കഴിക്കാതെ തൈലം പുരട്ടി 2 നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ആ തൈലം പുരട്ടി ഉപ്പും തേനും ചാലിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കഴിച്ച് ആ മരുന്ന് കഴിക്കാതെ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുകയും അത് 3-4 ദിവസം നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാകുകയും പിന്നെ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ തടിപ്പും ഫാറ്റ് ലിവറും എല്ലാം മാറി. അതുകൂടാതെ എൻ്റെ മകൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിൽ കാണാനില്ലായിരുന്നു. 1 വർഷത്തോളം ഞാൻ നോക്കി കിടന്നിട്ട് കാണുന്നില്ല. അങ്ങനെ ലാസ്റ്റ് എന്താണ് വലിപ്പിൽ ഏറ്റവും അടിയിൽ സംഭവം കിട്ടി. മാതാവിന് അതും നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കുറേ തലകറക്കം, ഒരു 5-6 മാസത്തോളം തലകറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം നിൽക്കാൻ പാടില്ല. ഉറക്കം നിന്ന് കഴിഞ്ഞാൽ തലകറക്കം. രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനായിട്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തലകറക്കം വരലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതുപോലെ നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറി. ഇവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. സൈത്ത് പൂശി എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഫലമായി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. അതുപോലെ തന്നെ ഞാൻ 2 വീലർ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് മാതാവിന് നിയോഗം വെച്ച് പക്ഷേ 4 പ്രാവശ്യം ടെസ്റ്റും തോറ്റുപോയി. ഇപ്പോൾ ഇനി 5ാമത്തെ ടെസ്റ്റിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. എൻ്റെ മാതാവിനെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അജില. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ അമല ബോസ്കോയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ ഈ കഴിഞ്ഞ 2019 നവംബറിലാണ് ഉടമ്പടി എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത്, അമ്മ 2019 ഡിസംബറിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിയായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ അമ്മയുടെ തൊടയിലൊരു മുഴയുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ മുഴയുള്ള ഒരാൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടെന്നു. അപ്പോൾ അമ്മയ്ക്ക് ആ വേദന ഉണ്ടായിരുന്നു. അമ്മ തടകി നോക്കിയപ്പോൾ ആ മുഴ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു BSc നേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എനിക്ക് ഒത്തിരി ഗ്യാപ്പുണ്ട്, 2 കുഞ്ഞുങ്ങളായി. അപ്പോൾ ഞാനും പഠിത്തവും തമ്മിലൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. മെഡിക്കൽ ടേംസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിർബന്ധത്തിലാണ് ഞാൻ OETക്ക് ചേർന്നതായിരുന്നു. അപ്പോൾ കോഴ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഞാൻ അമ്മയുടെ കൂടെ ഒപ്പം വന്നിട്ട് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, എന്നെ സഹായിച്ചോളണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിട്ട് പോയി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ടൈമിൽ എനിക്ക് റൈറ്റിങ്ങിന് കിട്ടിയില്ലായിരുന്നു, C+ ആയിരുന്നു. ആ സ്കോർ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ലാസ്റ്റ് ജൂണിൽ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് സൈത്ത് കുരിശു വെച്ച് പ്രാർത്ഥിച്ചു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊരു കാശുരൂപം തന്നു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ എക്സാം എഴുതി. എനിക്ക് റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് നോക്കാൻ ഒത്തിരി പേടിയായിരുന്നു. കാരണം എക്സാമിൻ്റെ അന്ന് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് തന്നെ എനിക്ക് ഒട്ടും ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അത് എഴുതിയപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് ടൈമിൽ വരെ റബ്ബ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത്, 1 minute ബിഫോർ. സോ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ടാണ് ആ റിസൾട്ട് ഓപ്പൺ ചെയ്തത് തന്നെ. ചെയ്തപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ കണ്ട 330 എന്നാണ്. അപ്പം ഞാൻ വെച്ചിത് പോയി, C+ തന്നെ, കാര്യമില്ല. പക്ഷെ വീണ്ടും നോക്കാൻ തോന്നി. ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 350 ആയി. സോ എനിക്ക് B ഗ്രേഡ് കിട്ടി. സോ എൻ്റെ വിദേശത്ത് പോകാനുള്ള സ്കോർ എനിക്ക് ലഭിച്ചു. അതിനെ അമ്മ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് 4 വീലർ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് റോഡ് ടെസ്റ്റ് കിട്ടിയില്ല. രണ്ടാമത് ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ കാശുരൂപവും കൊണ്ടുപോയി, ഇവിടുത്തെ നേർച്ച ഉപ്പും കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാൻ വണ്ടി റോഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടിക്കുന്നതിന് സ്റ്റിയറിങ്ങിൽ അമ്മ മാതാവിൻ്റെ നേർച്ച ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കൂടെ ഇരുന്ന ആശാൻ എന്നെ ഇങ്ങനെ നോക്കി, ഇവളെന്താ എൻ്റെ കാറിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴേക്കും മനസ്സിലായി. എനിക്ക് ആ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് റോഡ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റി. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവവിശ്വാസം കൂടി. ഞങ്ങൾ എവിടെ ചെന്നാലും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു ചെറിയ രോഗം വന്നാൽ പോലും, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ, അവൻ ആദ്യം ചോദിക്കുന്ന കൃപാസനത്തിലുള്ള തേന് താ അമ്മച്ചിയെന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരെ മാതാവിനോടുള്ള ഭക്തി കൂടി. പിന്നെ ഞങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ വരികയോ, ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നിയാൽ ആ നേരം തന്നെ അമ്മ കൃപാസനത്തിലെ ഉപ്പ് വിതറി 7 വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിനകത്തും പുറത്തും എല്ലാം ഇടുമായിരുന്നു. ഞങ്ങൾക്ക് അത്രമാത്രം മാതാവിൽ വിശ്വാസമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്, ഞാൻ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും പ്രാർത്ഥിച്ചിട്ട് കിടന്നാലും ദുസ്വപ്നങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, ദുസ്വപ്നമായിരുന്നു. ഞാൻ ഭയന്ന് ഓടുകയായിരുന്നു, എനിക്കറിയത്തില്ല എവിടെ അഭയം ലഭിക്കുന്നതെന്ന്. ആ നിമിഷം എനിക്ക് അമ്മയെ ദർശനത്തിൽ കാണുവാനുണ്ടായി. 2 പ്രാവശ്യം എനിക്ക് അമ്മയെ കാണാനുള്ള ദർശനം ലഭിച്ചു. അതോടെ എനിക്ക് മാതാവിലുള്ള വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വായിലൊരു കട്ടി വന്നായിരുന്നു. ഞങ്ങൾ വീട്ടിനടുത്തുള്ള ക്ലിനിക്കിൽ അമ്മ സഹോദരനോടൊപ്പം പോയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സ്കാൻ ചെയ്ത് നോക്കണം, ഇത് ബി ക്യാൻസറസ് ആണോ എന്ന് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് സഹോദരനോടും വലുതായിട്ട് പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല. ആൾ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു, നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച്
ഡോക്ടർ തന്ന മെഡിസിൻസ് ഒന്നും കഴിച്ചില്ലായിരുന്നു. എന്നാലും ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും വായിൽ നിന്ന് കല്ലങ്ങ് താനെ അങ്ങ് ഇളകി വന്നു. അതിനുശേഷം ഞങ്ങൾ അറിയുന്നേ അമ്മയുടെ വായിൽ ഇങ്ങനെ ഒരു മുഴ വന്നു, അത് താനെ അങ്ങ് പോയി വന്നു. അത് കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹം വഴി ഞങ്ങൾക്ക് ഒരുപാട് ദൈവ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ വയസ്സ് 30 കഴിഞ്ഞു, വിദേശത്ത് പോകാൻ എത്ര ശ്രമിച്ചിട്ടും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു.